ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബ്രെയിനി ബ്രൈറ്റ് അക്കാഡമി. നമുക്കറിയാം, PSC പഠിക്കുന്ന ഓരോരുത്തരും ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് SCERT പുസ്തകങ്ങൾ കവർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം PSC എക്സാമുകളുടെ പാറ്റേണുകൾ SCERT പുസ്തകങ്ങളിലെ ക്വസ്റ്റ്യൻസ് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറിയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ LGSൻ്റെ 4th സ്റ്റേജിൽ കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നതും SCERT ബേസ്ഡ് ആയിരുന്നു. സോ ഇപ്പോൾ SCERT ബുക്കുകൾ കവർ ചെയ്യുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ഒന്നുമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രെയിനി ബ്രൈറ്റ് അക്കാഡമി ഓരോ സ്റ്റാൻഡേർഡിലെയും സബ്ജക്റ്റ് വൈസ് ആ സബ്ജക്റ്റിൽ ഓരോ ചാപ്റ്റർ വൈസ് തന്നെ ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. അവ കൃത്യമായി ഫോളോ ചെയ്താൽ തന്നെ നമുക്ക് 5 മുതൽ 10 വരെയുള്ള എല്ലാ ക്ലാസ്സിലെയും എല്ലാ വിഷയങ്ങളും ഈസി ആയിട്ട് തന്നെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, SCERT പഠിക്കാൻ വേണ്ടി മാത്രം ടൈം കണ്ടെത്തണം എന്നൊന്നും ഞാൻ പറയില്ല. കാരണം നമുക്ക് ജോലിക്കിടയിലും ഈ SCERT പഠിക്കാം. കാരണം റെക്കോർഡഡ് ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ക്ലാസ് നമുക്ക് ഹെഡ്സെറ്റ് വെച്ചോ ഇയർപോഡ് വെച്ചോ എന്തെങ്കിലും വെച്ച് നമുക്ക് ഇങ്ങനെ ജോലിക്കിടയിലും കേൾക്കാം. കാരണം നമ്മൾ ഒരു തവണ പഠിച്ചു പോയ സംഭവങ്ങളാണിതൊക്കെ. നമ്മുടെ ബ്രെയിനിൽ എവിടെയോ ഒരു സ്ഥലത്ത് നമ്മൾ ആ പഠിച്ചതുണ്ട്. ജസ്റ്റ് അതിനെ ഒന്ന് പൊടി തട്ടിയെടുക്കേ വേണ്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. അറിയാനും പ്രതികരിക്കാനും എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ. പ്രകൃതിയിൽ എല്ലാ ജീവജാലങ്ങളിലും പ്രതികരണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഒച്ചിനെ തൊടുമ്പോൾ അതിൻ്റെ ശരീരം അതിൻ്റെ ഷെല്ലിനുള്ളിലേക്ക് വലിയുന്നുണ്ട്. അതുപോലെ തന്നെ ചെടികളിലേക്ക് നോക്കുകയാണെങ്കിൽ തൊട്ടാവാടിയിൽ തൊടുമ്പോൾ അത് വാടിപ്പോകുന്നുണ്ട്. ഇത്തരത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മനുഷ്യനിലാണെങ്കിലും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കൈ ചൂടുള്ള എന്തെങ്കിലും തട്ടുമ്പോൾ നമ്മൾ കൈ പിന്നിലേക്ക് വലിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു പ്രതികരണം ഉണ്ടാകുന്നുണ്ട്. അത് ചുമ്മാ ഒരു പ്രതികരണമല്ല, നമ്മുടെ ശരീരത്തിനുള്ളിൽ അത്രയും പ്രക്രിയകൾ നടന്നിട്ടാണ് അത്തരത്തിലൊരു പ്രതികരണം അവിടെ ഉളവാകുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള പ്രതികരണം, മനുഷ്യനിലുള്ള പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ പ്രതികരണങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെയാണ് ഈ ചാപ്റ്ററിൽ മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത്. പ്രതികരണങ്ങളിൽ ആരൊക്കെ ഇൻവോൾവ്ഡ് ആവുന്നു എന്നൊക്കെയാണ് ഈ ചാപ്റ്ററിൽ മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുകയാണെങ്കിൽ, ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകൾ അറിയപ്പെടുന്നതാണ് ഉദ്ദീപനങ്ങൾ എന്ന്. നമ്മൾ പറഞ്ഞു പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന്. നമുക്കതിനൊരു പ്രേരണ ഉണ്ടാകണം. കൈ വലിക്കണമെങ്കിൽ, ചൂടുള്ള പദാർത്ഥത്തിൽ തട്ടുമ്പോൾ കൈ വലിക്കണമെങ്കിൽ നമുക്കൊരു പ്രേരണ ഉണ്ടാകും. ആ പ്രേരണകളാണ് ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത്. ഇനി ശരീരത്തിനകത്ത് തന്നെ ഉണ്ടാകുന്ന ഉദ്ദീപനങ്ങളാണ് വിശപ്പും ദാഹവും. മറ്റൊക്കെ നമ്മളിപ്പോൾ ഒരു ചൂടുള്ള പദാർത്ഥത്തിൽ തൊടുകയാണെങ്കിൽ ഐസ് കയ്യിലേക്ക് പുറത്ത് നിന്ന് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കാര്യം അവിടെ സംഭവിക്കുന്നത്. കാഴ്ചയാണെങ്കിൽ പോലും പുറത്ത് നിന്ന് നമുക്കൊരു കാര്യം കാണുമ്പോഴാണ്, ഒരു പശു കുത്താൻ നമ്മളത് കാണുമ്പോഴാണ് നമ്മൾ ഓടുന്നത്. അത്തരത്തിലൊരു പ്രതികരണം. അങ്ങനെ ഓരോ ശബ്ദത്തിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ അങ്ങനെ പുറത്ത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ട്. അപ്പോൾ ശരീരത്തിനകത്ത് നിന്നുണ്ടാകുന്ന ഉദ്ദീപനങ്ങളാണ് എന്ത്? വിശപ്പും ദാഹവും. ഓക്കെ, നമ്മളോട് ഒരാൾ പറയണ്ട നിനക്ക് വിശക്കുന്നുണ്ട് അല്ലെങ്കിൽ നിനക്ക് ദാഹിക്കുന്നുണ്ട്, അങ്ങനെ ഒരാൾക്കും പറയാനും കഴിയില്ല. നമ്മൾ തന്നെ അതിന് വിശക്കുന്നതിന് ഭക്ഷണം കഴിക്കാൻ നമുക്ക് തോന്നണം. അപ്പോൾ ശരീരത്തിനകത്ത് നിന്നുണ്ടാകുന്ന ഉദ്ദീപനങ്ങളാണ് എന്ത്? വിശപ്പും ദാഹവും എന്ന് പറയുന്നത്. ഇനി ഈ ഉദ്ദീപനങ്ങൾ ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല. ഈ ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച് നമ്മുടെ മസ്തിഷ്കത്തിൽ അല്ലെങ്കിൽ തലച്ചോറിലൊക്കെ എത്തിയാൽ നമുക്കതിന് ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളിലും അതുപോലെ തന്നെ മറ്റ് ശരീരഭാഗങ്ങളിലും സവിശേഷമായ കോശങ്ങളുണ്ട്. സവിശേഷമായ ചില കോശങ്ങൾ, അവയാണ് ഗ്രാഹികൾ അല്ലെങ്കിൽ റിസപ്റ്റേഴ്സ് എന്നറിയപ്പെടുന്നത്. ഇനി ഇത്തരത്തിൽ ഒരുപാട് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത്തരം പ്രതികരണങ്ങളെ അല്ലെങ്കിൽ അത്തരം പ്രതികരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന വ്യവസ്ഥയാണ് നാഡീവ്യവസ്ഥ. നാഡീവ്യവസ്ഥയാണ് ഇത്തരം പ്രതികരണങ്ങളെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. ഈ നാഡീവ്യവസ്ഥയ്ക്ക് ഒരു അടിസ്ഥാന നിർമ്മാണ ഘടകമുണ്ട്. നമ്മളെപ്പോഴും പഠിക്കുമ്പോൾ, പല സബ്ജക്റ്റുകളിലും പഠിക്കുമ്പോൾ നമ്മൾ പറയും ഒരു അടിസ്ഥാന നിർമ്മാണ ഘടകമുണ്ട്. കെമിസ്ട്രിയിലോട്ട് വരുമ്പോൾ ആറ്റം, ബയോളജിയിലോട്ട് വരുമ്പോൾ കോശം. അതുപോലെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ഈ നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് നാഡീകോശം എന്ന് പറയുന്നത്. ഇനി നാഡീകോശത്തിൻ്റെ ഒരു ചെറിയൊരു ചിത്രം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്.
ഓക്കെ, ജസ്റ്റ് ആ പിക്ക് മാത്രം നമ്മുടെ മൈൻഡിലേക്ക് എടുത്താൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ജസ്റ്റ് ഈ പിക്ചർ ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. പിക്ചർ വരക്കാമെന്ന് അറിയില്ല, ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രമാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തു, ഈ ഒരു ഭാഗത്തെയാണ് നീളം കുറഞ്ഞ തന്തു എന്ന് പറയുന്നത്. കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുവാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഡെൻഡ്രൈറ്റിൽ നിന്നുള്ള ആവേഗങ്ങളെ കോശ ശരീരത്തിൽ എത്തിക്കുന്ന ഭാഗം കൂടിയാണ് നമ്മുടെ ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങളെ കോശ ശരീരത്തിൽ എത്തിക്കുന്ന ഭാഗമാണ് ഡെൻഡ്രോൺ എന്ന് പറഞ്ഞു. അപ്പോൾ ഡെൻഡ്രൈറ്റ് എന്തായിരിക്കും? ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് ഈ ഡെൻഡ്രോണിൽ നിന്നുള്ള ഈ ശാഖകൾ ഇങ്ങനെ ചില്ലകൾ പോലെ കിടക്കുന്ന ഈ ഭാഗമാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. ഇതെന്താണ്? തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗമാണ്. ഒരുപാട് ന്യൂറോണുകൾ അല്ലെങ്കിൽ പേശി കോശങ്ങൾ അത്തരത്തിലുള്ള കോശങ്ങളൊക്കെ ഇങ്ങനെ കിടക്കായിരിക്കും അല്ലേ? അപ്പോൾ തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്ന് ആവേഗങ്ങളെ സ്വീകരിക്കുന്ന ഭാഗമാണ് നമ്മുടെ ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. ഈ ആക്സോണിനെ വലയം ചെയ്ത് ഇതാണ് ആക്സോൺ എന്ന് പറയുന്നത്. ഓക്കെ, ആക്സോണിനെ വലയം ചെയ്ത് കാണപ്പെടുന്ന ഭാഗമാണ് മൈലിൻ ഷീത്ത്. കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ ഭാഗമാണ്, ഏറ്റവും നീളത്തിൽ കാണപ്പെടുന്ന കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ ഭാഗമാണ് ആക്സോൺ എന്ന് പറയുന്നത്. ചെമ്പരത്തിക്കുള്ളിലൊക്കെ കണ്ടിട്ടില്ലേ ഒരു ചെറിയ സംഭവം, ഒരു എന്താണ് ആ ഒരു പൂമ്പൊടിയുള്ള ആ ഒരു സാധനം, എന്താ അതിൻ്റെ ആ തന്തു, അതേപോലെ തന്നെ കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവാണ് ആക്സോണിനെ പൊതിഞ്ഞ് കാണപ്പെടുന്നതാണ് മൈലിൻ ഷീത്ത്. കോശ ശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്ന ഭാഗമാണ് ആക്സോൺ. ആവേഗങ്ങൾ എന്താണ്? പുറത്തേക്ക് സംവഹിക്കുന്ന ഭാഗമാണ് ആക്സോൺ. നമ്മൾ പറഞ്ഞു ഡെൻഡ്രോൺ എന്ന് പറഞ്ഞാൽ കോശ ശരീരത്തിലേക്ക് ആവേഗങ്ങളെ എന്താണ് വഹിക്കുന്ന ഭാഗമാണ് ഡെൻഡ്രോൺ എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? അങ്ങനെയാണെങ്കിൽ ആക്സോണ് കോശ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ആവേഗങ്ങളെ സംവഹിക്കുന്ന ഭാഗമാണ്. ഇനി ഈ ആക്സോണിന് ശാഖകളുണ്ട്, അതാണ് ആക്സോണൈറ്റ് എന്ന് പറയുന്നത്. ആക്സോണിന് ശാഖകളുണ്ട്, അതാണ് ആക്സോണൈറ്റ് എന്ന് പറയുന്നത്. ഇനി ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്ന ഭാഗമാണ് ആക്സോണൈറ്റ് എന്ന് പറയുന്നത്. ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്ന ഭാഗമാണ് ആക്സോണൈറ്റ്. ഡെൻഡ്രോണിൻ്റെ ശാഖയാണ് ഡെൻഡ്രോണൈറ്റ്. അതുപോലെ തന്നെ എന്താണ് ഡെൻഡ്രോണിൻ്റെ ശാഖയാണ് ഡെൻഡ്രൈറ്റ്. ആക്സോണിൻ്റെ ശാഖയാണ് ആക്സോണൈറ്റ്. ഓക്കെ, ഇനി ഈ ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്ന ഭാഗമാണ് ആക്സോണൈറ്റ്. ആക്സോണിൻ്റെ അഗ്രഭാഗമാണ് സിനാപ്റ്റിക് നോബ് എന്നറിയപ്പെടുന്നത്. ഈ സിനാപ്റ്റിക് നോബിലേക്കാണ് നാഡീയ പ്രേക്ഷകം സ്രവിക്കുന്നത്. ഇനി മിക്ക ആക്സോണുകളെയും കൊഴുപ്പടങ്ങിയ മൈലിൻ എന്ന സ്ഥലം ആവർത്തിച്ച് വലയം ചെയ്തിരിക്കുന്നു, അതാണ് മൈലിൻ ഷീത്ത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു മൈലിൻ ഷീത്ത് ആക്സോണിനെ വലയം ചെയ്ത് കാണപ്പെടുന്ന സ്ഥലമാണ് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. ഒരു കൂട്ടം ആക്സോണുകൾ ചേരുന്നതാണ് നാഡി എന്ന് പറയുന്നത്. ജസ്റ്റ് ആ പിക്ചർ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർമ്മിച്ച് വെക്കട്ടെ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആക്സോൺ എന്താണ്, ആക്സോണൈറ്റ് എന്താണ്, ഡെൻഡ്രോൺ എന്താണ്, ഡെൻഡ്രൈറ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി നാഡിയിലെ മൈലിൻ ഷീത്ത് രൂപപ്പെടുന്നത് ഏത് കോശങ്ങളാലാണ്? ഷ്വാൻ കോശങ്ങളാണ് നാഡിയിലെ മൈലിൻ ഷീത്ത് രൂപപ്പെടുന്നത് കാരണമാകുന്നത്. ഇനി മസ്തിഷ്കത്തിലും സുഷുമ്നയിലെയും മൈലിൻ ഷീത്താണെങ്കിലോ അത് ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ എന്ന കോശങ്ങളാലാണ് മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്ത് നിർമ്മിച്ചിട്ടുള്ളത്. മാറിപ്പോകരുത്, നാഡിയിലെ മൈലിൻ ഷീത്ത് രൂപപ്പെടുന്നതാണ് ഷ്വാൻ കോശങ്ങൾ. മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്താണെങ്കിൽ എന്താണ്? ഒളിഗോഡെൻഡ്രോസൈറ്റുകളാലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇനി മൈലിൻ ഷീത്തിൻ്റെ നിറം എന്താണ്? തിളങ്ങുന്ന വെള്ള നിറമാണ് മൈലിൻ ഷീത്തിനുള്ളത്. മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മൈലിൻ ഷീത്തുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം അറിയപ്പെടുന്നതാണ് വൈറ്റ് മാറ്റർ എന്ന്.
മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മൈലിൻ ഷീത്തുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം അറിയപ്പെടുന്നത് വൈറ്റ് മാറ്റർ എന്നാണ്. കാരണം എന്താണ്? മൈലിൻ ഷീത്തിന് തിളങ്ങുന്ന വെള്ള നിറമാണല്ലേ. അപ്പോൾ മൈലിൻ ഷീത്തുള്ള നാഡീകോശങ്ങൾ എന്ന് പറയുമ്പോൾ പൊതിഞ്ഞ് കാണപ്പെടുന്ന ആ ഭാഗം അങ്ങനെ വെളുത്ത നിറത്തിൽ കാണപ്പെടും. അങ്ങനെ ചിന്തിച്ചാൽ മൈലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗമോ ഗ്രേ മാറ്റർ എന്നുമാണ് അറിയപ്പെടുന്നത്. ഇനി മൈലിൻ ഷീത്ത് എന്തിനാണ് നമ്മുടെ ആക്സോണിനെ ഇങ്ങനെ പൊതിഞ്ഞിട്ടുള്ളത്? എന്തെങ്കിലും ധർമ്മങ്ങൾ ഉണ്ടാവില്ലേ? വെറുതെ ധർമ്മങ്ങളില്ലാതെ ഒരു സംഭവം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഈ മൈലിൻ ഷീത്തിൻ്റെ പ്രധാന ധർമ്മങ്ങൾ എന്ന് പറയുന്നത് ആക്സോണിന് പോഷക ഘടകങ്ങൾ കൊടുക്കുക, അതുപോലെ തന്നെ ഓക്സിജൻ തുടങ്ങിയവ നൽകുക. ആക്സോണിനെയാണ് മൈലിൻ ഷീത്തുകൾ പൊതിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആക്സോണിന് എന്തൊക്കെയോ കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലേ. നമ്മളിപ്പോൾ ഒരാളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് എന്താ? അയാളിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. അതേപോലെ തന്നെ ആക്സോണിന് പോഷക ഘടകങ്ങൾ അതുപോലെ തന്നെ ഓക്സിജൻ തുടങ്ങിയവ നൽകുക, വൈദ്യുത ഇൻസുലേറ്ററായി വർത്തിക്കുക, അതുപോലെ തന്നെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുക. ഓക്കെ, ഇപ്പം നമ്മളൊക്കെ കണ്ടില്ലേ, ഈ വയറിൻ്റെ ഉള്ളിൽ ആ ഒരു കോപ്പറിൻ്റെ ആ ഒരു ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടി പുറത്തൊരു പ്ലാസ്റ്റിക്കിൻ്റെ കോട്ട് ഉണ്ടാവില്ലേ, അതേപോലെ തന്നെ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ മതി കേട്ടോ. മൈലിൻ ഷീത്ത് ആക്സോണിനെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാനും സാധിക്കും. കാരണം വൈദ്യുത ഇൻസുലേറ്ററായിട്ട് വർത്തിക്കുന്നുണ്ട് അവിടെ. അതുപോലെ തന്നെ ഓക്സിജനും ആക്സോണിന് പോഷക ഘടകങ്ങളും ഒക്കെ കൊടുക്കുന്നതിനാൽ തന്നെ ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാനും കാരണമാകും. ഓക്കെ, ഇനി നാഡീകോശങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന കോശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒളിഗോഡെൻഡ്രോസൈറ്റുകളും ഷ്വാൻ കോശങ്ങളുമാണ്. ഈ ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഷുമ്നയിലും മസ്തിഷ്കത്തിലുമുള്ള നാഡീകോശങ്ങളിൽ മൈലിൻ ഷീത്ത് കാണപ്പെടുന്നത് ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ വഴിയും അതുപോലെ തന്നെ എവിടത്തെയാണ് നാഡീകോശങ്ങളിലെ മൈലിൻ ഷീത്ത് കാണപ്പെടുന്നത് ഷ്വാൻ കോശങ്ങളാലുമാണ്. ഒരു ഒളിഗോഡെൻഡ്രോസൈറ്റ് ഒരേ സമയം പല ആക്സോണുകളെ പൊതിഞ്ഞോ ഒരു ആക്സോണിൻ്റെ വിവിധ ഭാഗങ്ങളെ പലതവണ പൊതിഞ്ഞോ നിർമ്മിക്കുന്നതാണ് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. ഒരു ഒളിഗോഡെൻഡ്രോസൈറ്റ് എന്ന് പറയുന്നത് സംരക്ഷണം നൽകുന്ന ഒരു കോശമാണ്. ആ ഒരു കോശം പലതവണ പൊതിയുമ്പോഴാണല്ലോ അതൊരു ഷീത്തായിട്ട് അല്ലെങ്കിൽ ഒരു കവറിങ് ആയിട്ട് മാറുന്നത്. ഒരേ സമയം പല ആക്സോണുകളെ പൊതിഞ്ഞോ അല്ലെങ്കിൽ ഒരു ആക്സോണിൻ്റെ പല ഭാഗങ്ങളെ പലതവണ പൊതിഞ്ഞോ നിർമ്മിക്കുന്നതാണ് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. ഇനി നാഡികളിലെ ആക്സോണുകൾ കാണപ്പെടുന്ന മൈലിൻ ഷീത്ത് എന്തുകൊണ്ട് നിർമ്മിച്ചതാണ്? ഷ്വാൻ കോശങ്ങൾ അല്ലേ. അത് നമ്മൾ ഒരു തവണ പറഞ്ഞ കാര്യമാണ്. ഇനി നാഡീവ്യവസ്ഥയുടെ നിയന്ത്രണവും ഏകോപനവും സാധ്യമാക്കുന്നത് എന്താണ്? സന്ദേശങ്ങൾ വഴിയാണ്. നാഡീവ്യവസ്ഥയുടെ നിയന്ത്രണവും ഏകോപനവും സാധ്യമാക്കുന്നത് സന്ദേശങ്ങൾ വഴിയാണ്. നാഡീകോശത്തിൻ്റെ കോശസ്തരത്തിന് പുറത്ത് പോസിറ്റീവ് ചാർജും പുറത്ത് പോസിറ്റീവ് പാപ്പാന്ന് വരുന്നില്ല. അപ്പം അങ്ങനെ ആലോചിച്ചാൽ നാഡീകോശത്തിൻ്റെ കോശസ്തരത്തിന് പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജും നിലനിൽക്കുന്നതിന് കാരണം എന്താണ്? ചില അയോണുകളുടെ വ്യന്യാസത്തിലുള്ള നാഡീകോശത്തിലൂടെ പ്രേഷണം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങൾ അറിയപ്പെടുന്നത് നാഡീയ ആവേഗങ്ങൾ എന്നാണ്. നാഡീകോശത്തിലൂടെ പ്രേഷണം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങൾ അറിയപ്പെടുന്നത് നാഡീയ ആവേഗങ്ങൾ എന്ന പേരിലാണ്. രണ്ട് നാഡീയ കോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശീകോശവുമായോ നാഡീകോശവും ഗ്രന്ഥികോശവുമായി ബന്ധപ്പെടുന്ന ഭാഗമാണ് സിനാപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആക്സോണിൽ നിന്ന് വൈദ്യുത ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ ചില രാസവസ്തുക്കൾ എങ്ങോട്ട് സ്രവിക്കുന്നുണ്ട്? സിനാപ്റ്റിക് വിടവിലേക്ക്. ഓക്കെ, ആക്സോണിൽ നിന്നും വൈദ്യുത ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ ചില രാസവസ്തുക്കൾ സിനാപ്റ്റിക് വിടവിലേക്ക് സ്രവിക്കുന്നുണ്ട്. ഈ സിനാപ്റ്റിക് വിടവിലേക്ക് സ്രവിക്കുന്ന രാസവസ്തുക്കൾ അറിയപ്പെടുന്നതാണ് നാഡീയ പ്രേക്ഷകങ്ങൾ. ഇനി ഈ നാഡീയ പ്രേക്ഷകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അസറ്റൽ കൊളിനും ഡോപമിനുമാണ്. നാഡീയ പ്രേക്ഷകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് അസറ്റൽ കൊളിനും ഡോപമിനും. ഓക്കെ, ഇനി സിനാപ്സുകളുടെ ധർമ്മം എന്താണ്?
ആവേഗങ്ങളുടെ വേഗത ക്രമീകരിക്കുക, ആവേഗങ്ങളുടെ ദിശ ക്രമീകരിക്കുക. ഇത് രണ്ടുമാണ് സിനാപ്സുകളുടെ ധർമ്മം എന്ന് പറയുന്നത്. ആവേഗങ്ങളുടെ വേഗത ക്രമീകരിക്കുക, ആവേഗങ്ങളുടെ ദിശ ക്രമീകരിക്കുക. സന്ദേശ ദിശയ്ക്കനുസരിച്ച് നാഡീകോശങ്ങളെ എങ്ങനെ തരംതിരിക്കാം? സംവേദന നാഡീകോശമെന്നും പ്രേരക നാഡീകോശമെന്നും. എന്താണ്? സന്ദേശ ദിശയ്ക്കനുസരിച്ച് ചില സന്ദേശങ്ങൾ തലച്ചോറിലേക്ക് പോകുന്നുണ്ടാവും, അവിടുന്ന് തിരിച്ചിങ്ങോട്ടും അവയവങ്ങളിലേക്കും ഉണ്ടാവും അല്ലേ. അപ്പം അതിൻ്റെ ദിശയ്ക്കനുസരിച്ച് സംവേദന നാഡീകോശമെന്നും പ്രേക്ഷക നാഡീകോശമെന്നും പറയാം. ഓക്കെ, ഇനി മസ്തിഷ്കത്തിലേക്കും അതെങ്ങനെയാണെന്ന് നോക്കാം. മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും സന്ദേശങ്ങളെ വഹിക്കുന്ന നാഡീകോശങ്ങളാണ് സംവേദന നാഡീകോശങ്ങൾ. മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും സന്ദേശങ്ങളെ വഹിക്കുന്ന നാഡീകോശങ്ങളാണ് സംവേദന നാഡീകോശങ്ങൾ. ഇനി മസ്തിഷ്കത്തിൽ നിന്ന് സുഷുമ്നയിൽ നിന്ന് തിരിച്ചു പോരുകയാണെങ്കിലോ, തിരിച്ച് അവയവങ്ങളിലേക്ക് സന്ദേശങ്ങൾ എത്തിക്കുകയാണെങ്കിലോ, അവയാണ് പ്രേരക നാഡീകോശങ്ങൾ. ഇനി ആക്സോണുകളുടെ കൂട്ടം അറിയപ്പെടുന്നതാണ് നാഡികൾ. നമ്മൾ ഒരു തവണ പറഞ്ഞതാണ്, ആക്സോണുകളുടെ കൂട്ടം അറിയപ്പെടുന്നതാണ് നാഡികൾ എന്ന്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും എത്തിക്കുന്ന നാഡിയാണ് സംവേദന നാഡി. അതും നമ്മളൊരു വട്ടം പറഞ്ഞതാണ്. തലച്ചോറ്, സുഷുമ്ന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് പ്രേരക നാഡി. എത്തിക്കുന്ന നാഡി എന്ന് പറയുന്നതാണ് പ്രേരക നാഡി. മറ്റതെന്താണ്? എത്തിക്കുന്ന നാഡീകോശം ഏതെന്ന് ചോദിക്കുമ്പോഴാണ് പ്രേരക നാഡീകോശം. തലച്ചോറ്, സുഷുമ്ന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളും വിനിമയം സാധ്യമാക്കുന്ന നാഡിയാണ് സമ്മിശ്ര നാഡി. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാക്കുന്ന നാഡികളെ എന്താ പറയുക? ഒരു ദിശയിലേക്ക് മാത്രം മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും എത്തിക്കുന്ന നാഡിയാണെങ്കിൽ സംവേദന നാഡിയും, ഇനി തലച്ചോറിൽ നിന്ന് സുഷുമ്നയിൽ നിന്ന് തിരിച്ച് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന നാഡിയാണ് പ്രേരക നാഡി. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം സാധ്യമാക്കുന്ന നാഡിയാണെങ്കിൽ അതാണ് സമ്മിശ്ര നാഡി എന്ന് പറയുന്നത്. ഇനി കേന്ദ്ര നാഡീവ്യവസ്ഥ, പെരിഫറൽ നാഡീവ്യവസ്ഥ എന്നിവ ഏതിൻ്റെ ഭാഗമാണ്? നാഡീവ്യവസ്ഥയുടെ രണ്ട് ഭാഗങ്ങളാണ് കേന്ദ്ര നാഡീവ്യവസ്ഥയും പെരിഫറൽ നാഡീവ്യവസ്ഥയും. ശിരോനാഡികൾ 12 ജോഡിയുണ്ട്. ശിരോനാഡികൾ എത്ര ജോഡിയാണ്? ഒരുപാട് നാഡികൾ ഉണ്ടല്ലേ. അപ്പോൾ അതിൽ ശിരോനാഡികൾ 12 ജോഡിയും സുഷുമ്നാ നാഡികളാണെങ്കിൽ 31 ജോഡികളുമാണുള്ളത്. ശിരോനാഡികൾ 12 ജോഡിയും സുഷുമ്നാ നാഡികൾ 31 ജോഡികളുമാണ്, മാറിപ്പോകരുത്. ഇനി നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് നാഡീകോശം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം. ഇനി തലയോടിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഭാഗമാണ് മസ്തിഷ്കം എന്ന് പറയുന്നത്. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന സ്തരപാളികൾ ഉള്ള ആവരണമാണ് എന്ത്? മെനിഞ്ചസ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന സ്തരപാളികൾ ഉള്ള ആവരണമാണ് മെനിഞ്ചസ്. മെനിഞ്ചസിൻ്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്ക അറകളിലും നിറഞ്ഞിരിക്കുന്ന ദ്രവം എന്താണ്? സെറിബ്രോ സ്പൈനൽ ദ്രവമാണ്. മെനിഞ്ചസിൻ്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്കത്തിൻ്റെ അറകളിലും, മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന സ്തരപാളികളാണ് മെനിഞ്ചസ്. ഇനി മെനിഞ്ചസിൻ്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്കത്തിൻ്റെ അറകളും നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് സെറിബ്രോ സ്പൈനൽ ദ്രവം. സെറിബ്രോ സ്പൈനൽ ദ്രവം രൂപപ്പെടുന്നത് എവിടെയാണ്? രക്തത്തിൽ വെച്ചാണ് നമ്മുടെ സെറിബ്രോ സ്പൈനൽ ദ്രവം രൂപപ്പെടുന്നത്. രക്തത്തിൽ നിന്ന് പുറപ്പെടുന്ന സെറിബ്രോ സ്പൈനൽ ദ്രവം തിരികെ എവിടേക്കാണ് ആഗിരണം ചെയ്യപ്പെടുന്നത്? അതേ രക്തത്തിലേക്ക് തന്നെയാണ് സെറിബ്രോ സ്പൈനൽ ദ്രവം ആഗിരണം ചെയ്യുന്നത്. ഇനി എന്തൊക്കെയാണ് സെറിബ്രോ സ്പൈനൽ ദ്രവത്തിൻ്റെ ധർമ്മങ്ങൾ? മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുക. നമ്മുടെ മൈലിൻ ഷീത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെയാണ്. മൈലിൻ ഷീത്ത് ആക്സോണിനായിരുന്നു പോഷക ഘടകങ്ങളും ഓക്സിജനൊക്കെ നൽകുന്നത്. സെറിബ്രോ സ്പൈനൽ ദ്രവം എവിടെയാണുള്ളത്? മെനിഞ്ചസിലും മസ്തിഷ്കത്തിലും അല്ലേ. അപ്പോൾ അവിടെയുള്ള കലകൾക്ക് പോഷക ഘടകങ്ങൾ നൽകുക, അതുപോലെ തന്നെ ഓക്സിജൻ എന്നിവ നൽകുക. മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുക, അതുപോലെ തന്നെ മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുക. അതുതന്നെയായിരുന്നു മൈലിൻ ഷീത്തിൻ്റെയും ധർമ്മം. ആക്സോണിനെ
ക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുക. ഓക്കെ, ഇനി മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് എന്ത്? സെറിബ്രം. മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. പിക്ചർ നോക്കുക, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് എന്ത്? സെറിബ്രം എന്ന് പറയുന്നത്. ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്ന മസ്തിഷ്കത്തിലെ ഭാഗമാണ് സെറിബ്രം. സെറിബ്രത്തിൻ്റെ ചാരനിറമുള്ള പുറംഭാഗം അറിയപ്പെടുന്നത് എന്താണ്? കോർട്ടക്സ് എന്നാണ്. കോർട്ടക്സ് എന്താണ്? സെറിബ്രത്തിൻ്റെ ചാരനിറമുള്ള പുറംഭാഗത്തെ നമ്മൾ വിളിക്കുന്നതാണ് കോർട്ടക്സ് എന്ന്. സെറിബ്രത്തിൻ്റെ വെളുത്ത നിറമുള്ള ഉൾഭാഗമാണ് മെഡുല്ല. സെറിബ്രത്തിൻ്റെ വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ നമ്മൾ പറയുന്നത് എന്താണ്? മെഡുല്ല എന്നാണ്. ഇനി സെറിബ്രത്തിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം. നമ്മുടെ ചിന്തകളും ബുദ്ധിയും ഭാവനയും ഓർമ്മയും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ളത് എവിടെയാണ്? സെറിബ്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്നു, ഐച്ഛിക ചലനങ്ങൾ നിയന്ത്രിക്കുന്നു. ഐച്ഛിക ചലനങ്ങൾ നിയന്ത്രിക്കുന്നു. ഇനി മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. സെറിബെല്ലം മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന ഭാഗമാണ് എന്ത്? സെറിബെല്ലം. സെറിബ്രത്തിന് താഴെ 2 ദളങ്ങളായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് എന്ത്? സെറിബെല്ലം. ഈ പിക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്നത് പിക്ചർ നോക്കാൻ പറയുന്നത്, നമുക്കൊരു ഫിലിം കണ്ട ആ ഫിലിം നമ്മൾ മറക്കുന്നില്ല. കാരണം എന്താണ്? നമ്മൾ വിഷ്വലായിട്ടാണ് അവയെ കാണുന്നത്. അപ്പോൾ നമ്മുടെ ബുദ്ധിയിൽ ഒന്നും കൂടെ ഉണ്ടാകും. അതുകൊണ്ടാണ് എപ്പോഴും പിക്ചർ നോക്കി പഠിക്കാൻ പറ്റുമ്പോൾ അതുപോലെ ചെയ്യുക. പിക്ചർ നോക്കിയിട്ട് ഇപ്പോൾ നമ്മൾ ആ ന്യൂറോണിൻ്റെ ഒക്കെ ഘടന ആക്സോണും ആക്സോണൈറ്റും ഡെൻഡ്രോണും ഡെൻഡ്രൈറ്റും ഒക്കെ പിക്ചർ നോക്കി നമ്മൾ ഒരു തവണ മനസ്സിലാക്കി വെച്ചാൽ പിന്നെ അത് നമ്മൾ മറന്നു പോകില്ല. ഓക്കെ, സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന ഭാഗമാണ് സെറിബെല്ലം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കുന്ന ഭാഗമാണ് സെറിബെല്ലം. സെറിബ്രത്തിന് താഴെയായി കാണപ്പെടുന്ന ഭാഗമാണ് എന്ത്? തലാമസ്. സെറിബ്രത്തിൻ്റെ ഒരു ധർമ്മം കൂടി നമ്മൾ പറഞ്ഞു, സെറിബെല്ലത്തിൻ്റെ ഒരു ധർമ്മം കൂടെ പറഞ്ഞു, പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കുന്ന ഭാഗം കൂടിയാണ് സെറിബെല്ലം. സെറിബ്രത്തിന് താഴെയായി കാണപ്പെടുന്ന ഭാഗമാണ് തലാമസ്. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ്. എന്താണ്? സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗ പ്രസരണ കേന്ദ്രമാണ് തലാമസ് എന്ന് പറയുന്നത്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്ന ഭാഗം കൂടിയാണ് എന്ത്? തലാമസ് എന്ന് പറയുന്നത്. സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗമാണ് എന്ത്? മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്നത്. മെഡുല്ല ഒബ്ലോങ്കേറ്റ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗമാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഇനി ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങൾ. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗമാണ് എന്ത്? മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഐച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ആരായിരുന്നു? സെറിബ്രം ആയിരുന്നു അല്ലേ? അനൈച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ് മസ്തിഷ്കത്തിൽ? മെഡുല്ല ഒബ്ലോങ്കേറ്റ. തലാമസിന് തൊട്ടു താഴെ കാണുന്നതും ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നതുമായ ഒരു ഭാഗമാണ് ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത്. മസ്തിഷ്കത്തിലെ അടുത്ത ഒരു ഭാഗമാണ് എന്ത്? ഹൈപ്പോ തലാമസ്. എന്താണ്? തലാമസിന് തൊട്ടു താഴെ കാണുന്നതും ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നതുമായ ഒരു ഭാഗമാണ് ഹൈപ്പോ തലാമസ്. ഇനി മെഡുല്ല ഒബ്ലോങ്കാറ്റയുടെ തുടർച്ചയായ ഭാഗമാണ് ആര്? നമ്മുടെ സുഷുമ്ന എന്ന് പറയുന്നത്. സുഷുമ്ന എന്താണ്? മെഡുല്ല ഒബ്ലോങ്കാറ്റയുടെ തുടർച്ചയായ ഭാഗമാണ്. എവിടെയാണ് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്? നട്ടെല്ലിലാണ് സുഷുമ്ന സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. സുഷുമ്നയെ ആവരണം ചെയ്തിരിക്കുന്ന ഭാഗം മെനിഞ്ചസ് ആണ്. മെനിഞ്ചസ് ആദ്യം എവിടെയാണ് ആവരണം ചെയ്തതെന്ന് നമ്മൾ പഠിച്ചു? മസ്തിഷ്കത്തിൻ്റെ സ്തരപാളികൾ അല്ലേ? അതേപോലെ തന്നെ സുഷുമ്നയെ ആവരണം ചെയ്തിരിക്കുന്ന ഭാഗമാണ് മെനിഞ്ചസ്. സുഷുമ്നയുടെ ഉള്ളിലെ സെൻട്രൽ കനാൽ എന്ന ചാലിലുള്ള ദ്രവം ആണ് സെറിബ്രോസ്പൈനൽ ദ്രവം. സുഷുമ്നയുടെ ഉള്ളിൽ
ഉള്ളിലെ സെൻട്രസ് കനാൽ എന്ന ചാലിലുള്ള ദ്രവമാണ് സെറിബ്രോ സ്പൈനൽ ദ്രവം. സുഷുമ്നയുടെ ബാഹ്യഭാഗത്ത് കാണുന്നത് എന്താണ്? വൈറ്റ് മാറ്റർ ആണ്. സുഷുമ്നയുടെ ആന്തരിക ഭാഗത്ത് കാണപ്പെടുന്നത് എന്താണ്? ഗ്രേ മാറ്റർ. അതിനുള്ള കാരണം നമ്മൾ ഫസ്റ്റേ പഠിച്ചു. എന്താണ് കാരണം? മൈലിൻ ഷീത്ത് കൂടുതലായിട്ടുള്ള നാഡികൾ കാണപ്പെടുന്ന സുഷുമ്നയുടെ ഭാഗം വൈറ്റ് മാറ്റർ എന്നും മൈലിൻ ഷീത്ത് കുറവുള്ള നാഡികൾ കാണപ്പെടുന്ന ഭാഗം ഗ്രേ മാറ്റർ എന്നും അറിയപ്പെടുന്നു അല്ലേ? മൈലിൻ ഷീത്തിൻ്റെ ആ ഒരു ഇതാണ് ഈ ഗ്രേ മാറ്ററും വൈറ്റ് മാറ്ററും കാണാം. ഡോസൽ റൂട്ട്, വെൻട്രൽ റൂട്ട് എന്നിവ ചേർന്നുണ്ടാകുന്ന നാഡിയാണ് എന്ത്? സുഷുമ്നാ നാഡി എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് സുഷുമ്നാ നാഡി? ഡോസൽ റൂട്ടും വെൻട്രൽ റൂട്ടും ചേർന്നുണ്ടാകുന്ന നാഡിയാണ് സുഷുമ്നാ നാഡി എന്ന് പറയുന്നത്. സംവേദ ആവേഗങ്ങൾ ഡോസൽ റൂട്ടിലൂടെ എങ്ങോട്ടാണ് പ്രവഹിക്കുന്നത്? സംവേദ ആവേഗങ്ങൾ ഡോസൽ റൂട്ടിലൂടെ എങ്ങോട്ടാണ് പ്രവഹിക്കുന്നത്? സുഷുമ്നയിലേക്ക്. ഓക്കെ. പ്രേരക ആവേഗങ്ങൾ വെൻട്രൽ റൂട്ടിലൂടെ എങ്ങോട്ടാണ് പ്രവഹിക്കുന്നത്? പുറത്തേക്ക്. പ്രേരക നാഡിയും സംവേദന നാഡിയും നമ്മൾ പഠിച്ചില്ലേ? ഒന്ന് സുഷുമ്നയിലേക്കും തലച്ചോറിലേക്കും കൊണ്ടുപോകുന്ന സന്ദേശങ്ങളെ തിരിച്ച് പ്രേരക നാഡികൾ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ എന്താണ്? വെൻട്രൽ റൂട്ടിലൂടെയാണ് പ്രേരക ആവേഗങ്ങൾ പുറത്തേക്ക് വരുന്നത്. സംവേദ ആവേഗങ്ങളാണെങ്കിൽ എന്താണ്? ഡോസൽ റൂട്ടിലൂടെയാണ് സുഷുമ്നയിലേക്ക് പോകുന്നത്. അപ്പോൾ സുഷുമ്നാ നാഡികൾ എന്തൊക്കെ കൂടി ചേർന്നുണ്ടാകുന്ന നാഡിയാണ്? ഡോസൽ റൂട്ടും വെൻട്രൽ റൂട്ടും എന്നിവ ചേർന്നുണ്ടാകുന്ന നാഡി അല്ലേ? ഇനി സുഷുമ്നയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്കും തിരിച്ചും പ്രേഷണം ചെയ്യുന്നു. ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്കും തിരിച്ചും പ്രേഷണം ചെയ്യുന്നു എന്നുള്ളതാണ് സുഷുമ്നയുടെ ധർമ്മം. അതുപോലെ തന്നെ നടത്തം, ഓട്ടം എന്നീ പ്രവർത്തനങ്ങളെ ആവർത്തന ചലനം നടത്തം, ഓട്ടം എന്നീ പ്രവർത്തനങ്ങളിലെ ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്നതും ആരാണ്? സുഷുമ്നയാണ്. സുഷുമ്നക്ക് മറ്റൊരു പ്രത്യേകത എന്താണ്? ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങൾ മസ്തിഷ്കത്തിലേക്കും തിരിച്ചും പ്രേഷണം ചെയ്യുന്നു. ഓക്കെ. നവജാത ശിശുവിൻ്റെ സുഷുമ്ന നട്ടെല്ലിൻ്റെ താഴെ അഗ്രം വരെ നീണ്ടുകിടക്കണം. എന്നാൽ മുതിർന്നവരുടെ നട്ടെല്ലിൻ്റെ മധ്യഭാഗം വരെയുള്ളൂ. കാരണം എന്താണെന്നറിയോ? നട്ടെല്ല് വളരുന്നതിനനുസൃതമായിട്ട് സുഷുമ്ന വളരുന്നില്ല. സുഷുമ്ന നവജാത ശിശുവിൻ്റേതാണെങ്കിൽ സുഷുമ്ന നട്ടെല്ല് വരെ ഉണ്ടാകും. നട്ടെല്ലിൻ്റെ താഴെ അഗ്രം വരെ നീണ്ടു കിടക്കണം. മുതിർന്നവരിൽ എന്താണ്? നട്ടെല്ല് വളരുന്നതിനനുസൃതമായിട്ട് സുഷുമ്ന വളരുന്നില്ല. അതുകൊണ്ട് തന്നെ നട്ടെല്ലിൻ്റെ മധ്യഭാഗം വരെ മാത്രമേ നമുക്ക് സുഷുമ്നയെ കാണാൻ കഴിയുള്ളൂ. ഓക്കെ. നമ്മുടെ ഇച്ഛാനുസരണമല്ലാതെ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണങ്ങൾ അറിയപ്പെടുന്നതാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ. റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ എന്താണ്? നമ്മുടെ ഇച്ഛാനുസരണമല്ലാതെ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണങ്ങൾ അറിയപ്പെടുന്ന റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ. ഇപ്പോൾ നമ്മൾ പെട്ടെന്നൊരു പാമ്പിനെ കാണുക, അങ്ങനെയൊക്കെ കണ്ടു നമ്മൾ പെട്ടെന്ന് പേടിക്കില്ലേ? നമ്മൾക്ക് പെട്ടെന്ന് നമ്മൾ പ്രതികരണങ്ങൾ ഉണ്ടാക്കില്ലേ? അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഇച്ഛാനുസരണമല്ലാതെ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണങ്ങൾ അറിയപ്പെടുന്നതാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ. ഇനി സംവേദ നാഡിയെയും പ്രേരക നാഡിയെയും ബന്ധിപ്പിക്കുന്ന നാഡീകോശമാണ് ഇന്റർന്യൂറോൺ. ഈ സംവേദന നാഡി ഉണ്ടെന്ന് പറഞ്ഞു, പ്രേരക നാഡിയുണ്ടെന്ന് പറഞ്ഞു. ഇവ രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന നാഡീകോശമാണ് ഇന്റർന്യൂറോൺ എന്ന് പറയുന്നത്. ഓക്കെ. സംവേദനാഡികളെയും പ്രേരക നാഡിയെയും ബന്ധിപ്പിക്കുന്ന നാഡീകോശമാണ് ഇന്റർന്യൂറോൺ എന്ന് പറഞ്ഞു. പിന്നെന്താണ്? സംവേദ അനുസൃതമായിട്ട് വേഗത്തിലുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നതും ആരാണ്? ഇന്റർന്യൂറോണാണ്. ഇനി സുഷുമ്നയിൽ നിന്നുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട പേശികളിലേക്ക് കൊണ്ടുപോകുന്ന നാഡി, അത് പ്രേരക നാഡിയാണെന്ന് ഞാൻ പറഞ്ഞു. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് ഇതിലിങ്ങനെ വരുന്നുണ്ട് കേട്ടോ, ജസ്റ്റ് വായിച്ച് വിട്ടാൽ മതി. ഇനി എന്താണ്? റിഫ്ലക്സ് പ്രവർത്തനത്തിൽ എന്തിൻ്റെ പ്രവർത്തനത്തിനാലാണ് കൈ പിൻവലിക്കുന്നത്? ബന്ധപ്പെട്ട പേശി. റിഫ്ലക്സ് പ്രവർത്തനത്തിൽ എന്തിൻ്റെ പ്രവർത്തനത്തിലാണ് കൈ പിൻവലിക്കുന്നത്? ഇപ്പോൾ നമ്മൾ ചൂടുള്ള എന്തിലേലൊക്കെ തട്ടുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഒരു പ്രതികരണത്തിൻ്റെ ഒരു സമയം കൊടുക്കുക, പെട്ടെന്ന് പ്രവർത്തനം ഉണ്ടാകുന്നുണ്ട് അല്ലേ? അതിന് കൈ പിൻവലിക്കുന്ന ആ ഒരു പ്രവർത്തനത്തിന് ബന്ധപ്പെട്ട പേശി. റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാത അറിയപ്പെടുന്നത് എന്താണ്? റിഫ്ലക്സ് ആർക്ക് എന്നാണ്.
പ്രധാനമായും സുഷുമ്നയാണ് റിഫ്ലക്സ് പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നത്. ഇത്തരം റിഫ്ലക്സുകൾ അറിയപ്പെടുന്നത് സ്പൈനൽ റിഫ്ലക്സ് എന്നാണ്. പിന്നെ പ്രധാനമായിട്ടും സുഷുമ്നയാണ് റിഫ്ലക്സ് പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നത്. അത്തരം റിഫ്ലക്സ് പ്രവർത്തനങ്ങളാണ് സ്പൈനൽ റിഫ്ലക്സ് എന്ന് പറയുന്നത്. ഇനി സെറിബ്രത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള റിഫ്ലക്സുകളാണെങ്കിലോ അവയെ നമ്മൾ സെറിബ്രൽ റിഫ്ലക്സ് എന്നറിയപ്പെടുന്നു. ഇനി സെറിബ്രത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള റിഫ്ലക്സുകളാണെങ്കിൽ അവയെ സെറിബ്രൽ റിഫ്ലക്സ് എന്നറിയപ്പെടുന്നു. മധ്യ മസ്തിഷ്കത്തിലെ ഏത് നാഡീയ പ്രേക്ഷകത്തിൻ്റെ പ്രവർത്തനത്തെയാണ് ത്വരിതപ്പെടുത്തുന്നതെന്നറിയോ? ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ്, GABA. ഓക്കെ, മധ്യ മസ്തിഷ്കത്തിലെ ഏത് നാഡീയ പ്രേക്ഷകത്തിൻ്റെ പ്രവർത്തനത്തെയാണ് ത്വരിതപ്പെടുത്തുന്നത്? ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ്, അതായത് GABA. ശരീരത്തിൽ ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ് ഉയർന്ന അളവിലായ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? മസ്തിഷ്കത്തിലെ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കും. മസ്തിഷ്കത്തിലെ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കും. പെട്ടെന്ന് നമുക്ക് തീരുമാനങ്ങളൊന്നും അല്ലെങ്കിൽ പ്രതികരണ പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ കഴിയാതെ വരും. കള്ളു കുടിച്ചവരുടെ അവസ്ഥ കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ അല്ലേ? അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കും. ഉചിതമായ തീരുമാനങ്ങൾ ഉചിത സമയത്ത് കൈക്കൊള്ളുന്നതിന് തടസ്സമാകും. ഉചിതമായ തീരുമാനങ്ങൾ ഉചിതമായ സമയത്ത് എടുക്കുന്നതിന് തടസ്സമുണ്ടാക്കും. അപ്പോൾ അതിന് കാരണമാകുന്ന ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡിൻ്റെ അളവിൽ സംഭവിക്കുന്ന ഉയർന്ന അളവിൽ ഉണ്ടാകുന്നത് കാരണമാണ് മസ്തിഷ്ക പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നത്. ഇനി ബോധതലത്തിന് വെളിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ. നമ്മൾ പറഞ്ഞു 2 തരം നാഡീവ്യവസ്ഥകൾ, കേന്ദ്ര നാഡീവ്യവസ്ഥയും പെരിഫറൽ നാഡീവ്യവസ്ഥയും ഉണ്ടെന്ന്. ഈ പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ. സിംപതറ്റിക് വ്യവസ്ഥയും പാരാസിംപതറ്റിക് വ്യവസ്ഥയും ചേർന്ന നാഡീവ്യവസ്ഥയാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ. സ്വതന്ത്ര നാഡീവ്യവസ്ഥ എന്തിൻ്റെ ഭാഗമാണ്? പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമാണ്. സ്വതന്ത്ര നാഡീവ്യവസ്ഥയിൽ വരുന്ന ഭാഗങ്ങളൊക്കെ ഏതൊക്കെയാണ്? സിംപതറ്റിക് വ്യവസ്ഥയും പാരാസിംപതറ്റിക് വ്യവസ്ഥയും. മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നുണ്ട്. ന്യൂറോണുകൾ നശിക്കുന്നു. ഇതുമൂലം ഉണ്ടാകുന്ന രോഗം ഏതാണെന്നറിയോ? അൽഷിമേഴ്സ്. പ്രോട്ടീൻ അടിഞ്ഞുകൂടുകയും ന്യൂറോൺ നശിക്കുകയും ചെയ്യും. മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുകയും ന്യൂറോണുകൾ നശിക്കുകയും ചെയ്യും. അത് കാരണം നമുക്കുണ്ടാകുന്ന ഒരു രോഗമാണ് അൽഷിമേഴ്സ്. അൽഷിമേഴ്സിൻ്റെ ലക്ഷണങ്ങൾ വിശദീകരിക്കണമെന്ന് വിചാരിക്കുന്നില്ല. കാരണം നമുക്കറിയല്ലേ, കേവല ഓർമ്മകൾ പോലും ഇല്ലാതാവും, കൂട്ടുകാരെയും ബന്ധുക്കളെയും തിരിച്ചറിയാൻ കഴിയാതാവും, സമയമൊന്നും മനസ്സിലാവാതാവും, ദിനചര്യകൾ പോലും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് അൽഷിമേഴ്സ് എന്ന രോഗം നമ്മളെ കൊണ്ടുപോകും. ഇനി നമ്മൾ പറഞ്ഞ സ്വതന്ത്ര നാഡീവ്യവസ്ഥ സിംപതറ്റിക് വ്യവസ്ഥയും പാരാസിംപതറ്റിക് വ്യവസ്ഥയും കൂടിച്ചേർന്നിട്ടുള്ളതാണ് എന്ന്. ഇനി സിംപതറ്റിക് വ്യവസ്ഥയിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കുക. കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുന്നു. അതേപോലെ തന്നെ ഇത് കമ്പയർ ചെയ്ത് പഠിക്കുക. പാരാസിംപതറ്റിക് വ്യവസ്ഥയിൽ അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കണ്ണിലെ പ്യൂപ്പിൾ ചുരുങ്ങുന്നു, ഉമിനീർ ഉൽപ്പാദനം കുറയുന്നു. പാരാസിംപതറ്റിക് വ്യവസ്ഥയിൽ അപ്പോൾ ഉമിനീർ ഉൽപ്പാദനം കൂടുന്നു. ശ്വാസനാളം വികസിക്കുന്നു. ഓപ്പോസിറ്റ് പാരാസിംപതറ്റിക് വ്യവസ്ഥയിൽ അപ്പോൾ നടന്നിട്ടുണ്ടാവുക? ശ്വാസനാളം സങ്കോചിക്കുന്നു. ഇനി ഹൃദയമിടിപ്പ് കൂടുന്നു. അങ്ങനെയാണ് പാരാസിംപതറ്റിക് വ്യവസ്ഥയിൽ എന്തായിരിക്കും? ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാകുന്നു. ഇനി ആമാശയ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നു. അപ്പോൾ പാരാസിംപതറ്റിക് വ്യവസ്ഥയിൽ ആമാശയ പ്രവർത്തനം സാധാരണ നിലയിലാകുന്നു. പിന്നെ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുന്നു. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കുക എന്നുള്ളതാണ് പാരാസിംപതറ്റിക്. എന്താണോ സിംപതറ്റിക് വ്യവസ്ഥയിൽ ഒരു കാര്യം മാത്രം പഠിച്ചു വെക്കുക. സിംപതറ്റിക് വ്യവസ്ഥ മാത്രം പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് പാരാസിംപതറ്റിക് ഓട്ടോമാറ്റിക് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അതാണ് ഇത് രണ്ടും കൂടെ പഠിക്കുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ വരാം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ഞാൻ പാരാസിംപതറ്റിക് ആണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ കുടലിലെ പെരിസ്റ്റാൾസിസ് മന്ദീഭവിക്കുന്നു. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? കുടലിലെ പെരിസ്റ്റാൾസിസ് സാധാരണ നിലയിലാകുന്നു. ഇനി സിംപതറ്റിക് വ്യവസ്ഥയിലേക്ക് വരുമ്പോൾ ഹോർമോൺ ഉൽപ്പാദനം കൂടുന്നു. പാരാസിംപതറ്റിക് ആണ് സംഭവിക്കുന്നതെങ്കിൽ ഹോർമോൺ ഉൽപ്പാദനം കുറയുന്നു. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക. സിംപതറ്റിക് വ്യവസ്ഥയാണ് പഠിക്കുക. രണ്ടും ഒരുപോലെ തന്നെയാണ്. ഒന്നിലെന്താണോ സംഭവിക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പാരാസിംപതറ്റിക്കിൽ സംഭവിക്കുന്നത്. ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെന്താണ്? മൂത്രാശയം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. പാരാസിംപതറ്റിക്കിലേക്ക് വരുമ്പോൾ മൂത്രാശയം ചുരുങ്ങുന്നു. ഇനി മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം
തലച്ചോറിൽ ഡോപമിൻ എന്ന നാഡീയ പ്രേഷണത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് കാരണമുണ്ടാകുന്ന രോഗമാണ് പാർക്കിൻസൺസ്. അൽഷിമേഴ്സ് എന്തായിരുന്നു? അലേയമായ പ്രോട്ടീനുകൾ അടിഞ്ഞുകൂടുകയും ന്യൂറോണുകൾ നശിക്കുകയും ചെയ്യുന്നതായിരുന്നു അൽഷിമേഴ്സ് എന്ന് പറയുന്നത്. പാർക്കിൻസൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാംഗ്ലിയോണുകളുടെ നാശം തലച്ചോറിൽ ഡോപമിൻ എന്ന നാഡീയ പ്രേഷണത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് കാരണമുണ്ടാകുന്ന രോഗമാണ് പാർക്കിൻസൺസ്. പാർക്കിൻസൺസ് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്? ശരീര തുലനനില നഷ്ടപ്പെടുക, പേശികളുടെ ക്രമരഹിതമായ ചലനം സംഭവിക്കുക, ശരീരത്തിന് വിറയൽ, കൈയൊക്കെ ഇങ്ങനെ വിറഞ്ഞുകൊണ്ടിരിക്കും, വായിൽ നിന്ന് ഉമിനീർ വരിക. അൽഷിമേഴ്സ് മറവി രോഗം. അൽഷിമേഴ്സ് പഠിക്കാൻ പെട്ടെന്ന് ഈസിയാണല്ലേ. അതുപോലെ തന്നെയാണ് പാർക്കിൻസൺസും. ഇനി തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുക. ഇത് ഏത് രോഗത്തിന് കാരണമാകും? അപസ്മാരം. ഓക്കെ, അപസ്മാരം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ പറയുക? നമ്മുടെ നാഡിക്ക് ഞരമ്പുകൾക്കൊക്കെ എന്തോ പറ്റിയതാണെന്ന്. അപ്പോൾ എന്താണ്? തുടർച്ചയായ ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകും. ഇത് കാരണമുണ്ടാകുന്ന അസുഖമാണ് എന്ത്? അപസ്മാരം എന്ന് പറയുന്നത്. ഇനി അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്? തുടരെയുള്ള പേശി സങ്കോചം മൂലമുള്ള സന്നി, വായിൽ നിന്നും നുരയും പതയും വരിക, പല്ല് കടിച്ചു പിടിക്കുക, തുടർന്ന് രോഗി അബോധാവസ്ഥയിലേക്ക്. ഈ അപസ്മാരവും പാർക്കിൻസൺസും അൽഷിമേഴ്സും ഒക്കെ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിനൊന്നും എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് വിശ്വസിക്കുന്നില്ല. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണിത്, പേവിഷബാധ. പേവിഷബാധ എന്താണ്? നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ്. അപ്പോൾ ഇത്രയുമാണ് 10ാം ക്ലാസ്സിലെ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററിലുള്ളത്. ഇനി ഇതുപോലെ ഓരോ ചാപ്റ്ററിലും 10ൽ ബയോളജിയിൽ 8 ചാപ്റ്ററോളമാണ് വരുന്നത്. ഓരോ ചാപ്റ്ററുകളും നമ്മൾ ഇതുപോലെ ക്വസ്റ്റ്യൻസ് വിശകലനം ചെയ്തു പോകും. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ജോലിക്കിടയിലോ എപ്പോഴെങ്കിലും ഹെഡ്സെറ്റ് വെച്ച് കേട്ടാൽ തന്നെ നമുക്ക് മൈൻഡിലിരിക്കുന്ന കാര്യമാണ്. കാരണം ഞാൻ പറഞ്ഞു ഓൾറെഡി ഇതൊക്കെ നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യമാണ്. സോ അതിലേക്ക് ഒന്ന് പൊടി തട്ടി തലച്ചോറിൻ്റെ മുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. സോ അത് സിമ്പിളായിട്ട് SCRT ബുക്കുകൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് മാത്രമാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ആ ഫസ്റ്റ് ചാപ്റ്റർ അറിയാനും പ്രതികരിക്കാനും എന്നുള്ളത്. ഇതിൽ ഓരോ പോയിൻറ്റ്സും ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം. ഇതാണ് ന്യൂറോണിൻ്റെ ഘടന. ജസ്റ്റ് ഈ ഒരു പിക്ചർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പിന്നെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഒരുപാട് പോയിൻറ്റ്സ് ആക്കി ഒന്നും പഠിക്കേണ്ട. ജസ്റ്റ് ഈ ഒരു ബോക്സുകൾ മാത്രം പഠിച്ച് വെച്ചാൽ മതി. ഓക്കെ, പിന്നെ ഒളിഗോഡെൻഡ്രോസൈറ്റുകളും ശ്വാൻകോശങ്ങളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുള്ള അതുപോലെ തന്നെ നമ്മൾ പോയിന്റുകളാക്കിയിട്ട് അതിൽ പഠിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ബുക്കായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് കുറേ പഠിക്കാനുണ്ടെന്ന് തോന്നും. അതുകൊണ്ടാണ് പോയിന്റ്സ് കറക്റ്റായിട്ട് ഇതിൽ ഒരു പോയിന്റ് പോലും വിടാതെ നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, BBRൻ്റെ SCRT ക്ലാസ്സുകൾ ഫോളോ അപ്പ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് SCRTയുടെ ബുക്ക് കവർ ചെയ്ത പോലെ ആവും. 100% ആയിട്ട് ഫുൾ പോയിൻറ്റ്സും നിങ്ങൾക്ക് കിട്ടും. ഇതാണ് സിനാപ്റ്റിക് വിടവ് കേട്ടോ. സിനാപ്റ്റിക് വിടവിലേക്ക് എന്ന് പറഞ്ഞില്ലേ, വിടവിലേക്ക് അസറ്റൈൽകൊളിനും ഡോപമിനും എന്നിവ നാഡീപ്രേക്ഷകങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്ന് ആ വിടവാണ് സിനാപ്റ്റിക് വിടവ്. അത് കണ്ടു. ഇതിലെ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. സംവേദന നാഡി പറഞ്ഞ, പ്രേരക നാഡി, സമ്മിശ്ര നാഡി ഒക്കെ പറഞ്ഞ, ശിരോനാഡികൾ 12, സുഷുമ്നാ നാഡികൾ 31. ഇതിൽ ഓരോ കാര്യങ്ങളും നമ്മൾ പോയിന്റ് വൈസ് തന്നെ പഠിച്ചിട്ടുണ്ട്. സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലോങ്കേറ്റ, ഹൈപ്പോതലാമസ്, തലാമസ്, ഇനി സുഷുമ്ന. ഇവിടെ ഇതാ ഡോസൽ റൂട്ടും വെൻട്രൽ റൂട്ടും ഒക്കെ കണ്ടില്ലേ. അതുപോലെ തന്നെ ഗ്രേ മാറ്ററും വൈറ്റ് മാറ്ററും കണ്ടോ. ഈ റെഡ് പോലെ കാണുന്നതാണ് വൈറ്റ് മാറ്റർ. അതെന്താണ്? മൈലിൻ ഷീത്ത് ഉള്ള നാഡീകോശങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇത് സുഷുമ്നയുടെ പിക്ചറാണ്. ഇനി ഗ്രേ മാറ്റർ എന്താണ്? ഗ്രേ മാറ്റർ മൈലിൻ ഷീത്തുകൾ കുറവുള്ള നാഡീകോശങ്ങൾ കാണപ്പെടുന്നതാണ് ഗ്രേ മാറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡോൾസൽ റൂട്ട്, വെൻട്രൽ റൂട്ട് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആവേഗങ്ങൾ പോകുന്നതും വരുന്നതും സംവേദന നാഡി, പ്രേരക നാഡിയൊക്കെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇതാ പിന്നെ ഇൻ്റർന്യൂറോൺ വഴി സംവേദന നാഡി ഗ്രാഹികളിൽ നിന്നും സംവേദന നാഡി വഴി ഇങ്ങനെ പോയിട്ട് അങ്ങനെ നമ്മൾ പഠിച്ചു അല്ലേ. ബന്ധപ്പെട്ട പേശികളിലേക്ക് ഇൻ്റർന്യൂറോൺ വഴി സുഷുമ്നയിലേക്ക്, പ്രേരകനാഡി, സ്വതന്ത്രനാഡി വ്യവസ്ഥ പഠിച്ചു, സിമ്പത്തറ്റിക് വ്യവസ്ഥ പഠിച്ചു, പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ പഠിച്ചു. അല്ല, ഇത്രയുമാണ് ആ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, അപസ്മാരം, ഇത്രയും മാത്രമാണ് ആ ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും ആ ചാപ്റ്ററിലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും പറഞ്ഞ് തന്നിട്ടുണ്ട്.
ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അത് നിങ്ങൾക്ക് ഇനി റെക്കോർഡഡ് ക്ലാസ്സിനേക്കാൾ നല്ലത് ലൈവ് ക്ലാസ്സസ് ആണ്. അതും നിങ്ങൾക്ക് അറിയിക്കാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ബ്രെയിനി ബ്രൈറ്റ് അക്കാഡമി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന്. കാരണം നിങ്ങൾ ഒരു സർക്കാർ ജോലിയിലേക്ക് 299 രൂപ എന്ന് പറയുന്നത് വെറും ഒരു ക്യാഷ് അല്ല. ഓക്കെ, അത് നിങ്ങളുടെ കയ്യിൽ നിന്നും മേടിച്ച് നിങ്ങൾക്കൊരു ക്ലാസ് തരുമ്പോൾ അത് അത്രയും എഫക്റ്റീവായി തരണം എന്നുള്ളത് കൊണ്ടാണ്. സോ നിങ്ങൾക്ക് ഞങ്ങളുടെ ലൈവ് ക്ലാസ്സുകളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതും പറയാം. SCERT ബുക്കുകൾ ലൈവും നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഇത്രയാണ് പറയാനുള്ളത്. താങ്ക് യു ഫോർ ലിസണിങ് മീ.